സർവീസ് സഹകരണ ബാങ്ക് ചെനക്കൽ ബ്രാഞ്ച് 2025 മാർച്ച് 1 മുതൽ 31/3/2026 മാർച്ച് വരെ ചെനക്കൽ ബ്രാഞ്ചിൽ നടത്തിയ കർമ്മ പദ്ധതികൾ താഴെ വീഡിയോയായി നിങ്ങളെ അറിയിക്കുന്നതാണ്. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആശയം വന്നു. അപ്പോൾ ബീരാൻകുട്ടി നമുക്കത് വളരെ ഭംഗിയായിട്ടൊരു 4ഓളം ചെടികൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അത് കസ്റ്റമേഴ്സിനൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു 8-10 ചെടിച്ചട്ടികൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ട് എന്നുള്ളത് കസ്റ്റമേഴ്സ് അടക്കം നമ്മളോട് പറയുന്നുണ്ട്. എഡലിക്കോട് സർവീസ് കോർപ്പറേറ്റ് ബാങ്ക് ചെനക്കൽ ബ്രാഞ്ചിന്റെ ഒരു വർഷത്തെ ഞങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വർഷത്തെ കാലയളവിൽ ഓണത്തിന് 3 തവണയായിട്ട് 30 കിറ്റ് കൊടുക്കാൻ ഇവിടെ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് ഏറ്റവും സ്മരിക്കുന്നത് നമ്മുടെ വിട പറഞ്ഞു പോയ നമ്മുടെ രഘുവേട്ടനെയാണ്. അതാത് സമയങ്ങളിൽ നമ്മുടെ ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടി ഓണ കിറ്റ് നമ്മുടെ ബാങ്കിൽ എത്തിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ വളരെ ഭംഗിയായി നിറവേറ്റുന്ന വ്യക്തിത്വമായിരുന്നു. ആദ്യമായിട്ട് രഘുവേട്ടനെ സ്മരിക്കുന്നു. പിന്നീട് പറയാനുള്ളത് ഡയൽ ഡെപ്പോസിറ്റ് ഞങ്ങൾ അന്ന് ഒരു വാക്ക് കൊടുത്തിരുന്നു. ഒരു വർഷം കൊണ്ട് 100-ലേറെ പുതിയ ഡയൽ ഡെപ്പോസിറ്റ് കൊണ്ടുവരുമെന്ന്. അതും ഞങ്ങൾ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. അതിനൊപ്പം അതിന്റെ കൂടെയുള്ള SB അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. എഡലിക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ 18 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ചെനക്കൽ ബ്രാഞ്ചിൽ ഞാൻ 18 വർഷമായി തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം പെയിന്റിങ് കാര്യങ്ങൾ ഒക്കെ കുറച്ച് വൈകിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു. പിന്നെ ബോർഡ് ബ്രാഞ്ചിന്റെ മെയിൻ ബോർഡ് വളരെയധികം ശോചനീയാവസ്ഥയായിരുന്നു. അത് പുതുതായിട്ട് പുതുക്കി പണിതു. നോട്ടീസ് ബോർഡിന്റെ പുതിയൊരു ബോർഡ് നല്ല രീതിയിൽ അവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. പിന്നെ എന്റെയും ബാങ്കിന്റെയും വളർച്ചയ്ക്ക് ഒരു 100ഓളം കസ്റ്റമറെ പുതുതായിട്ട് അധികമായി കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിനൊക്കെ സഹകരിച്ച നമ്മുടെ മാനേജർ നൗഷാദ് സാർ, അതേപോലെ നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാവർക്കും നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുൻകൈയെടുത്ത് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനൊക്കെ സാധിച്ചത്. തുടർന്നും ഇതിനേക്കാൾ ഉപരി നന്നായി ഇതൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 21ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി പുതിയ ആർഡിയാളും പുതിയ SB അക്കൗണ്ടും ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ നിക്ഷേപങ്ങളും ഒരു 2-3 നിക്ഷേപങ്ങളും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ചെനക്കൽ ബാങ്കിലെ കഴിഞ്ഞ വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ച് പുതിയ അജണ്ടകളും പുതിയ തീരുമാനങ്ങളുമായി കുറെ മുന്നോട്ട് പോയി. അതിന്റെ പ്രത്യേകതകളിൽ ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങുവാനും മറ്റും ശ്രദ്ധിക്കുകയുണ്ടായി.
അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി അക്കൗണ്ടുകൾ ഇതിലും പരസ്യം ചെയ്തതിനാൽ നമുക്ക് SB അക്കൗണ്ടുകൾ 140 കൂടുവാനും കറണ്ട് അക്കൗണ്ട് 31 കൂടുവാനും സാധിച്ചു. അതുപോലെ തന്നെ ചെനക്കൽ ബാങ്കിന്റെ ഓവർഡ്യൂ 0.69% നിന്നും 0.49 കുറക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഡെപ്പോസിറ്റ് 20 കോടി ഉണ്ടായിരുന്നത് 23 കോടിയായി ഉയർത്തുവാനും സാധിച്ചു. ലോണിന്റെ 14 കോടി ഉണ്ടായിരുന്നത് 16 കോടിയായി ഉയർത്തുവാനും ഞങ്ങൾക്ക് ഈ കാലയളവിൽ സാധിച്ചു. ഏപ്രിൽ 1 വരെയുള്ള കണക്കാണുള്ളത്. ഇനി 3 മാസങ്ങൾ കൂടി ഉണ്ട് ഞങ്ങളുടെ വാർഷികത്തിന്. അതിന്റെ മുന്നേ ഞങ്ങളുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്യുകയും നല്ലൊരു സ്ഥാപനമാക്കി മാറ്റുവാൻ ഞങ്ങളെല്ലാവരും ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. രണ്ട് നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റ് ഇത് 20 കൊല്ലമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച അവശിഷ്ടം ആറാണ്ട കണ്ടത്തിൽ വലിച്ചെറിയും. ഇത് സിറാജ് വന്നതിന് ശേഷമാണ് ഇത് വലിച്ചെറിയുന്നത്. വേസ്റ്റ് ഇതിൻ്റെ വളം നമ്മൾ കൃഷിയിലേക്ക് ഉപയോഗിക്കുക. സംഗതി നിസ്സാരമാണ്. നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കാത്ത ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സിറാജ്.